അല്ല ഈ പൊതുവെ സീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം തുടങ്ങി ഇപ്പൊ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു വീട്ടിലെ ഒരു ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഒരു സിനിമ ചെയ്തതിനേക്കാളും കൂടുതൽ സീരിയൽ ഒരു കഥാപാത്രം ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ 126ാമത്തെ സീരിയലാണ് ഇപ്പോൾ ഈ പത്തരമാറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഓരോ മിഖായലിൻ്റെ സന്തതികൾ എന്ന സീരിയൽ ജൂഡട്ടിപ്പേറ്റിയുടെ സീരിയലിലാണ് എൻ്റെ തുടക്കം. ആ തുടക്കം തന്നെ എൻ എഫ് വർഗീസും ബിജു മേനോനും എലിയാസ് ബാബു അങ്ങനെ മികച്ച നടന്മാരുടെ നീനാക്കുറുപ്പ്, അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ചാണ് എൻ്റെ തുടക്കം. അത് ഗംഭീര ഹിറ്റായിരുന്നു. ദൂരദർശനിൽ വന്നാണ്. പിന്നീട് അത് സിനിമയായപ്പോഴും ആ ക്യാരക്ടർ ഞാൻ ചെയ്തു. ഒരു വക്കച്ചൻ എന്ന് പറഞ്ഞൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു. ജോസ് പ്രാഷിൻ്റെ ജാരസന്തതിയുടെ മകനായിട്ടാണ് അഭിനയിച്ചത്. അത് സിനിമ വന്നപ്പോഴും അതേ ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ പടം ഓടിയില്ല. എന്നാലും ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ അടയാർ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സിനിമ ഇതിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പൊ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 1982 തുടങ്ങിയ ഒരു സിനിമ യാത്രയാണ്. ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? അടയാറിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു രഘുവരൻ. അന്ന് പുള്ളി സിനിമയിലൊക്കെ ഈ തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ അടയാർന്ന് പഠിച്ചിറങ്ങിയപ്പോഴേക്കും അയാൾ സൂപ്പർ സ്റ്റാറായി. രഘുവരൻ മലയാളിയാണ്, പാലക്കാടുകാരനാണ്. പക്ഷേ അയാൾ പഠിച്ചതും വളർന്നൊക്കെ തമിഴ്നാട്ടിലായതുകൊണ്ട് നന്നായിട്ട് തമിഴ് പറയും. അപ്പോൾ പുള്ളി എന്നെ ആ കാലത്ത് ഈ തമിഴ് സിനിമയിൽ പല ഭാരതിരാജ, അന്നത്തെ ഭാഗ്യരാജ്, പിന്നെ കെ ബാലചന്ദർ, കുറേ സംവിധായകർ എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ചെന്നൈയിലിരിക്കുമ്പോൾ. അന്ന് മദ്രാസ് എന്നാണല്ലോ അറിയപ്പെടുക, മദിരാശി. അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ എനിക്കവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ വീട് അന്ന് മഞ്ചേരിയിലായിരുന്നു, മലപ്പുറം. അപ്പോൾ വീട്ടിൽ അങ്ങനെ ചെല്ലണം എന്നൊരു മാനസികമായിട്ടൊരു ഹോം സിക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ഈ തമിഴുമായിട്ട് ഈ മദ്രാസിലെ താമസം എനിക്ക് ശരിയാവുന്നില്ല.